ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം വീഡിയോസ് വീണ്ടും ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അത്ത മരണപ്പെട്ട വിവരം. എല്ലാം പെട്ടെന്നായിരുന്നു. അസുഖം വരവും ഹോസ്പിറ്റലിൽ പോയി ചികിത്സയും മരണവും എല്ലാം പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ അതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഫോണിലുള്ള വീഡിയോനെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുകയാണ്. ഇത് അത്താക്ക് അസുഖം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായ സംഭവമാണ് കേട്ടോ. അതായത് അപ്പം അത്താക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും ബോഡി വൈസ് ഓക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അത്ത തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയതും വന്നതും ഒക്കെ. അത്താവും അമ്മാവും കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവർ ആദ്യം അഡ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ പോയിട്ട് കാറ് കൊണ്ട് അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ, വെയിൽ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയതാണ്. പക്ഷെ ആ നിർത്തിയത് അബദ്ധമായിപ്പോയി. കാരണം ഇവർ ഉള്ളിലും അല്ലേ, ഇവർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വാർഡിലായതുകൊണ്ട് ഇവർക്ക് കാറ് നോക്കാനും പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാറ് നോക്കാനൊന്നും ആ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ ഇവർ കാറ് എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. കാറ് സേഫായിട്ട് മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ കാറ് കൊറ്റുകളുടെ ബാത്റൂമാക്കി, അടിപൊളിയാക്കി കാറിനെ. പിന്നെ ഇതാണെങ്കിൽ 2-3 ദിവസമായിട്ട് അങ്ങനെ ഇട്ടത് കൊണ്ട് വാഷ് ചെയ്തിട്ടും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെയൊക്കെ. അപ്പോൾ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർവീസിന് കൊണ്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഡെയിലി പോകുമല്ലോ. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാറ് പോയി നോക്കുമ്പോഴാണ് കാർ ഈ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും കാറിന് ഈ ഒരു കണ്ടീഷനിൽ നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടിനെ അവിടെ ഷെഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തിയിട്ട് കാർ എടുത്തിട്ട് വന്നു. അപ്പോൾ കാറൊന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തിട്ട് വന്നു. എന്നിട്ട് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാലക്കാട് പോണ വഴിയിൽ അങ്ങനെ കാറ് സർവീസിനായിട്ട് കയറ്റിയതായിരുന്നു. ചേട്ടൻ പിന്നെ അടിപൊളിയായിട്ട് അത് ചെയ്തു തരുകയും ചെയ്തു കേട്ടോ. അടിപൊളിയാക്കി തന്നു കാറ്. അപ്പോൾ സുധീഷ് ചേട്ടനാണ് ഇത് ക്ലീൻ ചെയ്ത് തന്നത്. അപ്പോൾ ആൾ ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പേരൊക്കെ ചോദിച്ച് അത് പറയണം കേട്ടോ, ചേട്ടൻ്റെ പേര് പറയണം കേട്ടോ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടി ക്ലീനായി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനമായി. പിന്നെ നമ്മൾ വണ്ടി എങ്ങനെ വാട്ടർ സർവീസിനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. മാക്സിമം അത്ത തന്നെയാണ് ക്ലീൻ ചെയ്യുക. വണ്ടി കംപ്ലീറ്റ്, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അത്ത തന്നെയാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നും നോക്കേണ്ട വന്നിട്ടില്ല. ആൾ ഫുൾ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് നമുക്കൊന്നും നോക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അത്ത പോയി. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്തത് കേട്ടോ, രാജ ഓട്ടോ സർവീസിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.